കൊച്ചി നെഹ്റു സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച നൃത്ത പരിപാടിയിലെ സാമ്പത്തിക ഇടപാടിൽ കേസെടുത്ത് പോലീസ്. മൃദംഗ വിഷൻ MD ഉൾപ്പെടെ 4 പ്രതികൾക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് കേസെടുത്ത്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രദീപ്, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സംസ്ഥാനത്തെ സംബന്ധിച്ച്, നമ്മളെ ആകെ സംബന്ധിച്ച് ഇങ്ങനൊരു വീഴ്ച ഉണ്ടാവുകയും MLAക്ക് ജീവൻ നഷ്ടമാകുന്ന സ്ഥിതിയിലേക്ക് പോലും പോകേണ്ടിയിരുന്ന ഒരു അപകടം എന്ന നിലയിൽ വളരെ ഗൗരവമുള്ള സംഭവമാണ്. ഇതിനകത്ത് കൊച്ചി മേയർ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പോലും അനുമതിയില്ലാതെ അല്ലെങ്കിൽ കോർപ്പറേഷൻ പോലും ഇതിനകത്ത് ടിക്കറ്റ് വെച്ച് പിരിവ് നടത്തുന്ന കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവിടെയാണ് മൃദംഗ വിഷൻ ഈ പരിപാടി എങ്ങനെ സംഘടിപ്പിച്ചു എന്നുള്ളത്. മാത്രമല്ല GCDAയുടെ റോളും ഒക്കെ വളരെ പ്രധാനമാണല്ലോ. എങ്ങനെ ഇപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായി കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്? സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളായി 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് 4 പേർക്കെതിരെ വഞ്ചനാ കുറ്റത്തിന്, വിശ്വാസവഞ്ചനയ്ക്ക് പാലാരിവട്ടം പോലീസ് കേസെടുത്തിരിക്കുന്നത്. കല്ലൂർ സ്വദേശിനിയായ ബിജി എന്നുള്ള വീട്ടമ്മയുടെ അല്ലെങ്കിൽ ഇവരുടെ മകൾ ഉൾപ്പെടെ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അവരുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. മൃദംഗ വിഷന്റെ മാനേജിംഗ് ഡയറക്ടറായ നിഗോഷ്, CEO ഷമീർ, നിഗോഷിന്റെ ഭാര്യ, കൂടാതെ ഈ നൃത്ത പരിപാടിയുടെ സംഘാടനത്തിൽ പ്രധാന പങ്കാളിത്തം വഹിച്ച നടി ദിവ്യ ഉണ്ണിയുടെ സുഹൃത്തായ പൂർണിമ എന്നിങ്ങനെ 4 പേർക്കെതിരെയാണ് വിശ്വാസവഞ്ചനയ്ക്ക് പാലാരിവട്ടം പോലീസ് കേസെടുത്തിരിക്കുന്നത്. ആദ്യം ഈ മത്സരാർത്ഥികളിൽ നിന്ന് 2000 രൂപ ഈടാക്കി, വീണ്ടും 1600 രൂപ കൂടി ഈടാക്കി. അങ്ങനെ വിശ്വാസവഞ്ചന നടത്തി എന്നുള്ളതാണ് ഒരു കാര്യം FIR-ൽ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടായിരുന്നു. അതേസമയം സംഘാടകർ ഗിന്നസ് റെക്കോർഡ് ഏറ്റുവാങ്ങുകയും ചെയ്തു. എന്നാൽ ഇതിൽ പങ്കാളികളായവർക്ക് ആ ഗിന്നസ് റെക്കോർഡിൻ്റെ അതിൻ്റെ പ്രതീകാത്മകമായ സമ്മാനങ്ങൾ ഒന്നും ലഭിച്ചില്ല. അങ്ങനെയും വിശ്വാസവഞ്ചന നടത്തി എന്നാണ് FIR-ൽ പറയുന്നത്. അതേസമയം ഇത്തരത്തിലുള്ള വിശ്വാസവഞ്ചനയ്ക്കെതിരെ കൂടുതൽ പരാതികൾ ഇന്നും നാളെയും ഒക്കെയായി പോലീസ് സ്റ്റേഷനിൽ എത്തിയേക്കുമെന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ അവയിലും കേസുണ്ടാകും. കൂടാതെ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഈ പരിപാടിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്കാളിത്തം വഹിച്ച ദിവ്യ ഉണ്ണിയെ അടുത്ത ദിവസം ഒരുപക്ഷെ ചോദ്യം ചെയ്തേക്കും എന്നാണ് സൂചന. കൂടാതെ നടൻ സിജോയ് വർഗീസും ഈ പരിപാടിയുടെ പങ്കാളിത്തത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെയും ചോദ്യം ചെയ്യുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ.